നാദാപുരത്തല്ല, ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സഹകരണ സംഘങ്ങൾ ആകണമെങ്കിൽ ഒരു 7 തത്വങ്ങൾ അനുസരിക്കേണ്ടത്. എന്നാലേ അതൊരു സഹകരണ സംഘം ആവുകയുള്ളൂ എന്നതാണ്. തത്വങ്ങളിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമാണ് നമ്മുടെ പ്രവർത്തനം. ആദ്യത്തെ ഒരു തത്വമുണ്ട്, ഓപ്പൺ ആൻഡ് വളണ്ടറി മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വം എന്നുള്ളതാണ്. തുറന്നതും സ്വമേധയാ ഉള്ളതുമായ അംഗത്വം, അതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അംഗത്വം എന്നതല്ല അർത്ഥം. ഈ സംഘം അല്ലെങ്കിൽ നമ്മുടെ രണ്ടാം തത്വമാണ് ജനാധിപത്യ രീതിയിലുള്ള നേതൃത്വം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ 7 മുതൽ 15 വരെ വരുന്ന ആൾക്കാർ, 11 നിങ്ങളിൽ നിന്നൊരു 11 അംഗ ഭരണസമിതിയെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇതിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഭരണം നടത്തുന്നത്. അങ്ങനെ ഭരണം നടത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി ചില സീറ്റുകളൊക്കെ റിസർവ് ചെയ്തിട്ടാണ് ഭരണസമിതിക്ക് ചാർജ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ ജനാധിപത്യ രീതിയിലുള്ള നിയന്ത്രണം എന്ന് പറയുന്ന ഒരു തത്വം. പിന്നെയുള്ളത് അംഗങ്ങളുടെ സാമ്പത്തിക പങ്കാളിത്തം എന്ന് പറയുന്നതാണ്. അങ്ങനെയില്ല, ഇവിടെയും ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ ഇവിടെയും വേണം. നിങ്ങൾ മറ്റൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പലിശ മാത്രം കമ്പയർ ചെയ്തുകൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ നിങ്ങളുടെ സ്വന്തം പ്രസ്ഥാനത്തിന് വളർത്താൻ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തത്വമുള്ളത്. പിന്നെയുള്ളത് സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശം എന്ന് പറയുന്ന ഒരു തത്വമാണ്. ബാങ്കിലെ സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശവും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശമല്ല, നിയമത്തിൽ അധിഷ്ഠിതമായ അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമാവലിയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യവും സ്വയംഭരണ അവകാശമാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം, സഹകരണ വിദ്യാഭ്യാസം, പരിശീലന വിജ്ഞാന വ്യാപനം. ആർക്കാണ് സഹകരണ വിദ്യാഭ്യാസം നൽകേണ്ടത്? അന്ന് നമ്മൾ ഈ കാണുന്ന 3 നിലകളുള്ള 2 നിലകളുള്ള ബിൽഡിങ്, നാടിന്റെ നാനാഭാഗങ്ങളിൽ 6ഓളം ബ്രാഞ്ചുകൾ ഒക്കെ ആയിട്ട് അല്ല അന്ന് വന്നിട്ടുണ്ടാവുക. 55-ല് അന്ന് കേവലം 2-3 രൂപ കൊടുത്താൽ 1-2 അല്ലെങ്കിൽ 2-3 കിലോ അരി വാങ്ങാൻ വേണ്ടി പറ്റുമായിരുന്നു. അത് വാങ്ങാതെ വിശപ്പ് അടക്കി മുണ്ട് മുറുക്കി കൊടുത്തിട്ടായിരിക്കാം ഈ ബാങ്ക് അന്നത്തെ ആൾക്കാർ രൂപീകരിച്ചിട്ടുണ്ടാവുക. ഇന്നത്തെ പോലെ വലിയ ബിൽഡിങ്ങും നമ്മൾ കാണുന്ന പത്രാസൊന്നും അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടായിരിക്കാം അന്ന് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവുക. അന്ന് ചിലപ്പോൾ കേവലം ഒരു പ്രസിഡന്റ്, ഒരു സിൽബന്തി മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അവര് ബിസിനസ് നടത്തിയപ്പോൾ കുറെ ആൾക്കാർ കൂടി ഒന്നിച്ചു ചേർന്നപ്പോ വായ്പ എടുത്ത ആൾക്കാര് അന്ന് കൃത്യമായിട്ട് ആ വായ്പ തിരിച്ചടച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ബാങ്ക് വളർന്നത്. അന്ന് തിരിച്ചടക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ആളുടെ മനസ്സിലും വന്നിട്ടുള്ളത് നാദാപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നതായിരിക്കില്ല. ഐക്യനാണയ സംഘമാണ്, എന്നാലും ആ ഐക്യനാണയ സംഘം എന്നതായിരിക്കില്ല. പകരം എന്റെ ബാങ്ക് എന്നതായിരിക്കും. ആ എന്റെ ബാങ്ക് എന്നുള്ള ആ ഒരു ആശയം, ആ ഒരു തോന്നല് ഉണ്ടായത് കൊണ്ട് വീട്ടിലെ മക്കള് പട്ടിണി കിടന്നിട്ടാണെങ്കിലും വിശപ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും പുഷ്ടാനം വെട്ടി വിഴുങ്ങി നമ്മുടെ ബാങ്കിലെ കളക്ഷൻ ഏജന്റ് പി.ടി. അശോകന്റെ മകളാണ്. അടുത്തത് റിപ്പോർട്ട് അവതരണമാണ്. അതിന് സെക്രട്ടറി ക്ഷണിക്കുന്നു. റിപ്പോർട്ടിലെ നിങ്ങളുടെ കൈവശം റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. പ്രസക്ത ഭാഗങ്ങൾ സെക്രട്ടറി നമ്മോട് സംസാരിക്കണം. ചോദ്യങ്ങളും പ്രമേയങ്ങളും അധ്യക്ഷനും മറ്റു വിഷയങ്ങൾ. അടുത്തത് കഴിഞ്ഞ പൊതുയോഗ മിനിറ്റ്സ് വായിച്ച് അംഗീകരിക്കുക. 29/9/2024 ഞായറാഴ്ച പകൽ 3 മണിക്ക് നാദാപുരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന നാദാപുരം സർവീസ് സഹകരണ ബാങ്ക് എ ക്ലാസ് അംഗങ്ങളുടെ വാർഷിക ജനറൽ ബോഡി യോഗം. ഹാജർ A5507 പി രാജൻ മാസ്റ്റർ മുതൽ A2839 വരെ 506 പേർ നമ്മുടെ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ
വൈസ് പ്രസിഡന്റ് പി കെ ശിവദാസൻ സ്വാഗത പ്രസംഗത്തോടെ ബാങ്കിന്റെ 54ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ഇ രാജൻ മാസ്റ്ററുടെ അധ്യക്ഷത വഹിക്കുകയും ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജു ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അധ്യക്ഷൻ അജണ്ട വായിച്ച് കേൾപ്പിക്കുകയും യോഗം പാസ്സാക്കുകയും ചെയ്തു. തുടർന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ നാടിന്റെ വികസനത്തിന്, നമ്മുടെ ബാങ്കിന്റെ ഉയർച്ചയ്ക്കും നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മൾ കാരണമാകുന്നില്ലല്ലോ എന്നതാണ്. അതിന് കാരണമാകണ്ടേ നമ്മൾ? എല്ലാ മനസ്സിലേക്കും നമ്മൾക്ക് ഓടിച്ചെല്ലാം ഇവിടെ ഇന്ന് വളർന്നു വന്നിട്ടുള്ള ബാങ്ക് ഉണ്ട്, അത് വളർത്തിയെടുത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് വളർത്തിയെടുത്തിട്ടുണ്ടാവുക. അതിൽ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായും പാലിച്ചേ മതിയാവുകയുള്ളൂ എന്നൊരു തോന്നൽ നിങ്ങളിൽ എന്തായാലും ഉണ്ടാവണം. ഇന്നത്തെ 90% ഈ ബാങ്കിന്റെ 90% വായ്പകളും ചെയ്യേണ്ടത്, ഇടപാടുകളും ചെയ്യേണ്ടത് ചില തത്വങ്ങളിൽ, വായ്പ കൊടുക്കുമ്പോഴുള്ള തത്വങ്ങളൊക്കെ അധിഷ്ഠിതമായിട്ടാണ്. റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വായ്പക്ക് സെക്യൂരിറ്റി ഉണ്ടോ നോക്കണം, എന്നിട്ടേ കൊടുക്കണ്ടു. പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അങ്ങനെ മുഴുവൻ വായ്പയും ഈ നിങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റി തന്നെ